നിങ്ങൾ ഈശ്വരാരാധകരാണോ എന്ന് ചോദിച്ചാൽ അതിലെന്തുത്തരം പറയാൻ പറ്റും നമുക്ക്? ഇന്ന് 700-ൽ പരം കോടി ജനത ലോകത്ത് അധിവസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ ആചാര അനുഷ്ഠാനങ്ങളോട് കൂടിയ അനേകം മതങ്ങളും ലോകത്തുണ്ട്. ഇവരിൽ അപൂർവം ചിലരൊഴികെ ഏവരും ഈശ്വര ആരാധകരാകുന്നു എന്നാണ് അവരുടെ വിശ്വാസം. എന്നാൽ മത സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അപൂർവം ചിലർ ഒഴികെ ഏവരും ഈശ്വര ആരാധകരല്ല എന്ന് നമുക്ക് കണ്ടതാണ്. അതിന് ലോകത്ത് നിലവിലിരിക്കുന്ന ശക്തികളെ രണ്ടായിട്ട് ദാർശനികർ തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഈശ്വരീയ ശക്തിയെന്നും മറ്റൊന്ന് മായയുടെ അഥവാ സാത്താൻ്റെ അതുമല്ലെങ്കിൽ ഇബ്ലീസിൻ്റെ ശക്തി എന്നുമാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മായയുടെ അഥവാ സാത്താൻ്റെ അഥവാ ഇബ്ലീസിൻ്റെ ശക്തിയുടെ പ്രവർത്തനം അനേകതാബോധം മനുഷ്യരിൽ സൃഷ്ടിച്ചുകൊണ്ട് വിഭാഗീയത നിലനിർത്തുക എന്നുള്ളതാണ്. എന്നാൽ ഈശ്വരീയ ശക്തി അതല്ലെങ്കിൽ പിതാവിൻ്റെ ശക്തി അതുമല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശക്തി അനേകതാബോധത്തെ ദൂരീകരിച്ച് ഏവരിലും ഏകതാബോധം നിലനിർത്തുക, അതല്ലെങ്കിൽ വിശ്വസാഹോദര്യം നിലനിർത്തുക, അതല്ലെങ്കിൽ സമദർശനം നിലനിർത്തുക എന്നുള്ളതാവും. അപ്പോൾ ഈശ്വര ആരാധകർ ആരെന്ന് കണ്ടുപിടിക്കുന്നതിന് മുൻപ് നമുക്ക് ചില ഉപമകളിലൂടെ നിരത്തി വെക്കാം. ഉദാഹരണങ്ങൾ. ഇപ്പോൾ ഒരു കാന്തക്കട്ടയോട് ഇരുമ്പുകട്ട ചേർത്ത് വെച്ചാൽ ആ ഇരുമ്പുകട്ടയും കാന്തക്കട്ടയായിട്ട് കാന്തശക്തി പ്രകടിപ്പിക്കും. അതുപോലെ നാം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കഴിക്കുന്നവന് അതിൻ്റേതായ ലഹരി ഉണ്ടാവണം. ലഹരി ഉണ്ടായില്ല എങ്കിൽ അവൻ കഴിച്ചത് ലഹരി പദാർത്ഥമല്ല എന്ന് നമുക്ക് വിലയിരുത്താം. അതുപോലെ കാന്തക്കട്ടയോട് ചേർന്നിരിക്കുന്ന ഇരുമ്പിന് കാന്തശക്തി ഉണ്ടാവുന്നില്ലെങ്കിൽ അത് കാന്തക്കട്ടയല്ലെന്നും വിചാരിക്കാം. ഈശ്വരൻ്റെ മഹനീയത, വിശ്വസാഹോദര്യം, ഏവരെയും സൃഷ്ടിച്ചിരിക്കുന്ന ഈശ്വരൻ അഥവാ അള്ളാഹു അതല്ലെങ്കിൽ പിതാവ് ഏവരെയും ഏതൊന്നിനെയും വിഭാഗീയതകൾക്ക് അതീതമായി സ്നേഹിക്കുന്നു, ഏതൊന്നിനെയും ഒരുപോലെ പരിപാലിക്കുന്നു. അപ്പോൾ ഈശ്വരനോട് ചേർന്നിരിക്കുക എന്ന് വെച്ചാൽ ഈശ്വരൻ്റെ മഹനീയത നമ്മളിൽ ഉണ്ടായിട്ട് നമ്മൾ വിശ്വസാഹോദര്യം എല്ലാ ജീവജാലങ്ങളും എല്ലാ മനുഷ്യരെയും വിഭാഗീയതകൾക്ക് അതീതമായിട്ട് സ്നേഹിക്കുക എന്നുള്ളതാവുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഈശ്വരാരാധകർ എന്ന് അഭിമാനിക്കുന്നവരിൽ വിഭാഗീയത നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഈശ്വരൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആരാധിക്കുന്നത് ഈശ്വരനെ അല്ല, മറിച്ച് മായയാവുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. അതുപോലെ തന്നെ പിതാവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവർ ആരാധിക്കുന്നത് സാത്താനെ ആവുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആരാധിക്കുന്നവരിൽ വിഭാഗീയത നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരാരാധിക്കുന്നത് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇബ്ലീസിനെ ആവുന്നു എന്ന് നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഈ അള്ളാഹുവും ഇബ്ലീസും തമ്മിലുള്ള സവിശേഷത എന്താണ്? അള്ളാഹു ജീവജാലങ്ങളെ ഒരുപോലെ സമാശ്ലേഷിച്ച് സ്നേഹിക്കുമ്പോൾ മറ്റവൻ ഇബ്ലീസ് വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങളിൽ അഥവാ എന്നിൽ ഈശ്വരീയ മഹത്വം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈശ്വര ആരാധകരാണോ എന്നൊരു പരീക്ഷണത്തിലൂടെയും കൂടി നമുക്ക് തെളിയിക്കാൻ സാധിക്കും. അപ്പോൾ വിഭാഗീയത നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദിയറിൽ വിഭാഗീയത നിലനിൽക്കുന്ന അവർ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇബ്ലീസിനെ ആരാധിക്കുന്നവരാവുന്നു എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിൽ വിഭാഗീയത ഇല്ലല്ലോ, ഇല്ല. ക്രിസ്ത്യാനികൾ പിതാവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആരാധിച്ചിട്ടും അവരിൽ വിഭാഗീയത നിലനിൽക്കുന്നുണ്ടെങ്കിൽ
അവർ പിതാവിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആരാധിക്കുന്നത് സാത്താനെ ആകുന്നു എന്ന് സ്വയം മനസ്സിലാക്കിക്കൊള്ളണം. അതുപോലെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ലോകമതങ്ങളിലേവരും ഈശ്വരന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈശ്വരനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അവരിലും വിഭാഗീയത വിട്ടുമാറിയിട്ടില്ലെങ്കിൽ വിഭാഗീയതയാണ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരും ആരാധിക്കുന്നത് ഈശ്വരന്റെ പേര് പറഞ്ഞുകൊണ്ട് മായയെ അഥവാ പിശാചിനെ ആവുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ ഈശ്വരൻ സൃഷ്ടിക്കപ്പെടുന്ന ജീവജാലങ്ങൾക്ക്, സൃഷ്ടിച്ചിരിക്കുന്ന ജീവജാലങ്ങൾക്കൊക്കെ ഒരു ലൈഫ് ടൈം ഉണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ വൃക്ഷലതാദികൾ ഉണ്ടാകുന്ന പുഷ്പങ്ങൾക്കും ലൈഫ് ടൈം ഉണ്ട്. നമുക്ക് റോസ് പുഷ്പത്തിന്റെ ദളങ്ങൾ ഉള്ളതുപോലെ നിറയെ ദളങ്ങളുള്ള ഒരു ചെമ്പരത്തിപ്പൂ പരീക്ഷണത്തിനായിട്ടെടുക്കാം. ആ ചെമ്പരത്തിപ്പൂ രാവിലെ 6 മണിക്ക് വിടർന്നാൽ വൈകിട്ട് 6 മണി വരെ അതിൻ്റെ ലൈഫ് അതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെത്ര കഠിനമായ വെയിലത്ത് നിന്നാലും എത്ര മഴയത്ത് നിന്നാലും പുഷ്പങ്ങളൊന്നും വാടുകയോ അഴുകുകയോ ചെയ്യുന്നില്ല. പക്ഷേ അതിലെ ജീവൻ അതിൽ നിന്ന് വേർവിട്ട് കഴിഞ്ഞാൽ അത് വാടുകയും അഴുകുകയും ചെയ്യും. നാം പുഷ്പം പറിച്ചു വെച്ചാലും അത് സാമാന്യന് വാടുകയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പരീക്ഷണാർത്ഥം, നിങ്ങൾ ഈശ്വരാരാധകരാണെങ്കിൽ ആ പുഷ്പം 12 മണിക്കൂർ, ചെമ്പരത്തിപ്പൂവിന്റെ ലൈഫ് ടൈം 12 മണിക്കൂർ, 12 മണിക്കൂർ വാടാതെ നിലനിന്നാൽ നിങ്ങളിൽ നെഗറ്റീവ് എനർജി അഥവാ സാത്താന്റെ ശക്തി അഥവാ ഇബിലീസിന്റെ ശക്തിയല്ല, മായയുടെ ശക്തിയല്ല നിലനിൽക്കുന്നത്, ഈശ്വരീയതയാണ് എന്ന് മനസ്സിലാക്കാം. അതിന് രാവിലെ നിങ്ങൾ ശരീരശുദ്ധി ചെയ്തിട്ട് ഈ കടും ചുവപ്പ് നിറത്തിലുള്ള ഒരു ചെമ്പരത്തിപ്പൂ പറിച്ചെടുക്കുക. തണുത്ത പച്ചവെള്ളത്തിൽ അത് മുക്ക് കുടയുക. എന്നിട്ട് ഗൃഹാന്തർഭാഗത്ത് ചൂട് തട്ടാത്തെടുത്ത് ഫ്രിഡ്ജിൽ ആവരുത്, സൂക്ഷിച്ചു വെക്കാം. പൂജാമുറിയുള്ളവർക്ക് അവിടെ വേണേൽ അവിടെ വെക്കാം. 1-2 മണിക്കൂർ ഡൗട്ട് നിങ്ങൾ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, പരീക്ഷിച്ചുകൊണ്ടിരിക്കുക, നോക്കുക അത് വാടുന്നുണ്ടോ. അത് വാടാതെ 6 മണി വൈകിട്ട് വരെ വാടാതെ നിലനിന്നാൽ ആ പറിച്ച വ്യക്തിയിൽ, ആ പുഷ്പം പറിച്ച വ്യക്തിയിൽ ഈശ്വരീയതയാണ് നിലനിൽക്കുന്നത്. അത് അധികരിച്ചിട്ടില്ല, ഈശ്വരീയത നിലനിൽക്കുന്നുണ്ട്. ഇനി വൈകിട്ട് 6 മണിയും കഴിഞ്ഞ് 7 മണി കഴിഞ്ഞു, 8 മണി കഴിഞ്ഞു, 8:30 മണി കഴിഞ്ഞു, 9 മണി വരെ അത് വാടാതെ നിലനിന്നാൽ ആ പറിച്ച വ്യക്തിയിൽ യഥാർത്ഥ ഈശ്വര ആരാധകനാണ്. അത് വാടുന്നില്ല. കാരണം അവനിൽ പോസിറ്റീവ് എനർജി അഥവാ ദേവീം ശക്തി, അതുമല്ലെങ്കിൽ ഈശ്വരീയ ശക്തി, അതല്ലെങ്കിൽ പിതാവിന്റെ മഹത്വം, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ മഹത്വം അധികരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് പറിച്ചു വെച്ചിട്ട് നിങ്ങളുടെ പുഷ്പം വാടുന്നില്ല എങ്കിൽ നിങ്ങൾ യഥാർത്ഥ ഈശ്വര ആരാധകനാണ് എന്ന് പരീക്ഷണത്തിലൂടെയും മനസ്സിലാക്കാം. അതല്ല, നിങ്ങൾ പറിച്ചു വെച്ച പുഷ്പം 1-2 മണിക്കൂറിനുള്ളിൽ വാടിപ്പോവുകയാണെങ്കിൽ ആ പറിച്ച വ്യക്തിയിൽ അമിതമായിട്ട് നെഗറ്റീവ് എനർജി അഥവാ മായ, അതുമല്ലെങ്കിൽ സാത്താന്റെ ശക്തി, അതുമല്ലെങ്കിൽ ഇബിലീസിന്റെ ശക്തിയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. കാരണം ഈശ്വരനോട് ചേർന്ന് നിന്നാൽ ഈശ്വരന്റെ ഈ മഹനീയതയിൽ നമുക്കുണ്ടാവാം. അത് ഉണ്ടാവാതെ ഈശ്വരനെന്നും 12 മണിക്കൂർ എൻ്റെ ജീവിതത്തിന് ലൈഫ് ടൈമിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം നാം തൊട്ടതുകൊണ്ട് നമ്മൾ ആസുരീയ ശക്തി അഥവാ ഇബിലീസിന്റെ ശക്തി അഥവാ സാത്താന്റെ ശക്തി അധികരിച്ചതുകൊണ്ട് നാം തൊടുന്നത് അതിൻ്റെ പ്രാണൻ വേർവിട്ട് പോകുന്നു. അപ്പോൾ ഈശ്വര ആരാധനയുടെ ലക്ഷ്യം വിശ്വ സാഹോദര്യം, എല്ലാത്തെയും ഒരുപോലെ സ്നേഹിക്കുക. അതോടൊപ്പം ഈ ജീവജാലങ്ങളുടെ പോസിറ്റീവ് എനർജി, ഈശ്വരീയ ശക്തി, സാത്താന്റെ ശക്തിയല്ലാതെ പിതാവിന്റെ ശക്തി അഥവാ അള്ളാഹുവിന്റെ ശക്തി നിങ്ങളിൽ ജപിക്കും തോറും അള്ളാഹു ചേർന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങൾ തൊട്ടാൽ ആ ജീവജാലങ്ങളിൽ ലൈഫ് ടൈം കൂട്ടും. അപ്പോൾ സാത്താന്റെ ശക്തി, അതല്ലെങ്കിൽ ഇബിലീസിന്റെ ശക്തി, അതല്ലെങ്കിൽ മായയുടെ ശക്തിയാണ് അധികരിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ തൊടുന്ന ഘടകങ്ങളുടെ ജീവിത സമയത്തിന്റെ ദൈർഘ്യം കുറച്ചിട്ട് 1-2-3 മണിക്കൂറിൽ അത് വാടിക്കരിഞ്ഞു പോകും. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന പാഠം എന്താണ്? നിങ്ങൾ ഈശ്വരന്റെ പേര് പറഞ്ഞുകൊണ്ട് ആരാധിക്കുന്നത് ഈശ്വരനെല്ലാം മായയാവുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ പിതാവിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആരാധിക്കുന്നത് പിതാവിനെയല്ല സാത്താനെയാകുന്നു. അതുപോലെ തന്നെ ഇസ്ലാം മതക്കാർ അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആരാധിക്കുന്നത് അള്ളാഹുവിനെയല്ല ഇബ്ലീസിനെ ആവുന്നു എന്ന് ഗ്രഹിച്ചുകൊള്ളണം.
അപ്പോൾ വിഭാഗീയത നിലനിർത്തുന്നവരിൽ, ഇബ്ലീസിന്റെ ശക്തി അധികരിച്ചിരിക്കുന്നവരിൽ, സാത്താന്റെ ശക്തി അധികരിച്ചിരിക്കുന്നവരിൽ, മായയുടെ ശക്തി അധികരിച്ചിരിക്കുന്നവർ തൊടുന്നത് കൊണ്ട് ഈ ലോകത്തിന്റെ ലൈഫ് ടൈം, അതുകൊണ്ട് അന്തരീക്ഷത്തിന്റെ സന്തുലിതാവസ്ഥ മാറി മറയപ്പെടുന്നു. ഭൂമിയിൽ അതിവൃഷ്ടിയും അനാവൃഷ്ടിയും ഒക്കെ ഉണ്ടാവാനായിട്ട് ഇടവരുന്നു. പേമാരിയും കൊടുങ്കാറ്റും ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നു. മനുഷ്യ സംസ്കാരം ദുഷിക്കപ്പെടുന്നു. ഓരോരുത്തരുടെ ജീവജാലങ്ങളുടെ ജീവിത ദൈർഘ്യം കുറയുന്നു. ഇതിൽ നിന്നും, ഈ പരീക്ഷണത്തിൽ നിന്നും നിങ്ങൾ സ്വയം പരിശോധിക്കുക. നിങ്ങളിൽ ഭാഗ്യതയുണ്ടോ? നിങ്ങൾ ഈശ്വരന് ഭാഗ്യതയില്ലല്ലോ. നിങ്ങൾ ഈശ്വരനെ ആരാധിക്കുന്നവരല്ല. ഈശ്വരന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇബിലീസിനെ, സാത്താനെ അല്ലെങ്കിൽ മായ ഉപാസിക്കുന്നവർക്കാവുന്നു. നിങ്ങൾ ഭാഗ്യതയില്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥ ഈശ്വര വിശ്വാസിയാണ്. നിങ്ങൾ യഥാർത്ഥ പിതാവിനെ ആരാധിക്കുന്നവരാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ് എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാം. നിങ്ങൾ തൊടുന്ന പുഷ്പം നേരത്തെ വാടിപ്പോയാൽ അത് നിങ്ങൾക്ക് സ്വയം പരീക്ഷിച്ചറിയാം. ആര് പറഞ്ഞാൽ വിശ്വാസം ഇല്ലെങ്കിൽ ഇത് പരീക്ഷിച്ചറിയാൻ വേണ്ടിയുള്ള പരീക്ഷണം കൂടിയാണ്. ഈ ചെമ്പരത്തിപ്പൂ വിട്ട് മറ്റൊരു പുഷ്പമാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ അതിന്റെ ലൈഫ് ടൈം, വിടർന്ന് വാടുന്ന ടൈം എത്രയാണെന്ന് സ്വയം നോക്കി പരീക്ഷിച്ചിട്ട് വേണം എടുത്തു വെക്കാൻ. ആ ടൈം വരെ മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾ ഈശ്വരാരാധകരാണ് എന്ന് വിശ്വസിച്ചുകൊള്ളണം. ഇതിൽ നിന്ന് നോക്കുമ്പോൾ ലോകമാനവരിൽ അപൂർവ ആളുകളെ ഈശ്വരാരാധകരായിട്ടുണ്ടായിരിക്കുള്ളൂ എന്ന് നമുക്ക് ഈ പഠനത്തിൽ നിന്നും പരീക്ഷണത്തിൽ നിന്നും മനസ്സിലാക്കാം.